അദാനി ഗ്രൂപ്പിലെ രണ്ട് സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് അദാനി എൻ്റർപ്രൈസസ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അദാനി എൻ്റർപ്രൈസസ് 1.37% ഉയർന്ന് 3269 ക്ലോസിംഗ് നൽകി. 3.72 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 120, ഡിവിഡൻഡ് ഈൽഡ് 0.04%. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 3743, 52 വീക്ക് ലോ 2142. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് അദാനി എൻ്റർപ്രൈസസ് 7% റിട്ടേൺ നൽകി. അദാനി എൻ്റർപ്രൈസസ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 30%-നടുത്ത് റിട്ടേൺ നൽകുകയും ചെയ്തു. അദാനി എൻ്റർപ്രൈസസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന അപ്ഡേറ്റ്, അദാനി എൻ്റർപ്രൈസസിൽ പ്രൊമോട്ടേഴ്സ് 2%-ഓളം സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തി. ഈ കമ്പനിയിലെ ടോട്ടൽ പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 73.95% ഉയർന്നു എന്നുള്ളതാണ്. അദാനി ഗ്രൂപ്പിലെ തന്നെ അദാനി ഫാമിലിയുമായി ബന്ധപ്പെട്ട ചില ഇൻവെസ്റ്റ്മെൻറ്റ് ഫിമുകളുമാണ് ഈ കമ്പനിയിലെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തി കമ്പനിയിലെ ടോട്ടൽ ഇക്വിറ്റി സ്റ്റേക്ക് ഹോൾഡിംഗ് 73.95%ത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അദാനി എൻ്റർപ്രൈസസ് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 38% വർദ്ധിച്ച് 2421 കോടിയിൽ നിന്നും 3335 കോടിയിലേക്ക് എത്തുകയും എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിൽ ഏകദേശം 96,420 കോടി രൂപയുടെ റവന്യൂ കമ്പനി ജനറേറ്റ് ചെയ്യുകയും ചെയ്തു. അദാനി ഗ്രൂപ്പിലെ ഫ്ലാഗ്ഷിപ്പ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം 3350 പ്രധാന റെസിസ്റ്റൻസ് ആണ്. 3350 എന്ന ലെവലിൽ ബ്രേക്കൗട്ട് വന്നാൽ സ്റ്റോക്ക് 3500, 3750 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയർന്നേക്കാം. 3000 പ്രധാന സൈക്കോളജിക്കൽ സപ്പോർട്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് അദാനി പോർട്ട് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അദാനി പോർട്ട് 1.80% ഉയർന്ന് 1429 ക്ലോസിംഗ് നൽകി. 3 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 36.05, ഡിവിഡൻഡ് ഈൽഡ് 0.42%, 52 വീക്ക് ഹൈ 1621, 52 വീക്ക് ലോ 703. അദാനി പോർട്ടിന് കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് ബൈ എന്ന റേറ്റിംഗും 1650 രൂപയുടെ ടാർഗറ്റ് നൽകിയതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ്. അദാനി പോർട്ടിൽ കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 17% അപ്സൈഡ് പൊട്ടൻഷ്യലാണ് കാണുന്നത്. മുമ്പ് കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് അദാനി പോർട്ടിന് 1550 രൂപയുടെ ടാർഗറ്റായിരുന്നു നൽകിയത്. ഇപ്പോൾ ടാർഗറ്റ് 1650 റിവൈസ് ചെയ്യുകയും ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അദാനി എൻ്റർപ്രൈസസിൻ്റെ കാർഗോ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഓരോ വർഷം കഴിയുന്തോറും ഉയർന്നു വരികയാണ്. കൂടാതെ കാർഗോ വോളിയം കപ്പാസിറ്റി ഇയർ ഓൺ ഇയറിൽ 14%-ഓളം വർദ്ധിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ 3 വർഷം കൊണ്ട് അദാനി എൻ്റർപ്രൈസസിൻ്റെ കാർഗോ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി 6 ടൈംസ് ആയിട്ടാണ് ഉയർന്നിരിക്കുന്നത്. റീസെൻ്റ്ലി ഗംഗാവരം പോർട്ടിനെയും അക്വയർ ചെയ്തതുവഴി കമ്പനിയുടെ വോളിയം കപ്പാസിറ്റിയിൽ 2% വർധനവ് 2024 ഫിനാൻഷ്യൽ ഇയറുമായി താരതമ്യപ്പെടുത്തുമ്പോഴും 2026-27 ഫിനാൻഷ്യൽ ഇയറിൽ എൻ്റയർ ഗ്രൂപ്പിൻ്റെ വോളിയം ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി 5 മുതൽ 6%-ഓളം ഉയരുമെന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. അദാനി പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം 1450 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. 1450 ഒരു റെസിസ്റ്റൻസ് സോണാണ്. ഈ ലെവലിൽ നിന്നും ബ്രേക്കൗട്ട് വന്നാൽ 1500, 1600, 1650 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയർന്നേക്കാം. സപ്പോർട്ട് പ്രൈസിൽ സ്റ്റോക്കിനെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് 1250 പ്രധാന സപ്പോർട്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്